മാർക്സിസ്റ്റ് കോൺഗ്രസ് കുറുവാ സംഘത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് യുവമോർച്ചയുടെ ധീരരായ ഉശിരന്മാരായ പ്രവർത്തകർ ഇന്ന് നിയമസഭാ മാർച്ച് നടത്തിയത്. ഈ നിയമസഭക്കകത്തിരിക്കുന്നത് മാന്യന്മാരല്ല, ജനങ്ങളെ കക്കുന്ന, ദൈവത്തിനെ പോലും ദൈവത്തിന്റെ മുതൽ പോലും മോഷ്ടിക്കുന്ന കള്ളന്മാരായിട്ടുള്ള കുറുവാ സംഘമാണ് ഈ നിയമസഭക്കകത്തിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയായാലും തരക്കേടില്ല, പ്രതിപക്ഷ നേതാവായാലും തരക്കേടില്ല. ഈ കുറുവാ സംഘത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക, എന്നാൽ മാത്രമേ ഒരു വികസിത കേരളം സാധ്യമാകൂ എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് യുവമോർച്ച പ്രവർത്തകർ ഇന്ന് ജനാധിപത്യ രീതിയിൽ ഈ നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. തികച്ചും ജനാധിപത്യ രീതിയിൽ, തികച്ചും സമാധാനപരമായ രീതിയിലാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ മാർച്ചിനെ അതിക്രൂരമായിട്ട് ഫാസിസ്റ്റ് രീതിയിലാണ് പിണറായി സർക്കാരിന്റെ നിർദ്ദേശാനുസരണം പോലീസ് പെരുമാറിയിട്ടുള്ളത്. നിരവധി പ്രവർത്തകരെ അതിക്രൂരമായി ലാത്തി ചാർജ് നടത്തി, ടിയർ ഗ്യാസ് ഉപയോഗിച്ചു, ജലപീരങ്കി 10 കൂടുതൽ തവണ ഉപയോഗിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഇതാ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മനുപ്രസാദ് ഉൾപ്പെടെ ഗുരുതരമായ പരിക്ക് പറ്റിയിട്ട് ഇവിടെ കിടക്കുകയാണ്. ഞാനും അതുപോലെ നമ്മുടെ കരമന ജയനും സോമനും സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ സോമനും പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചു. ഇപ്പോഴാണ് ഒരു ആംബുലൻസ് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ജനാധിപത്യ രീതിയിലാണ് സമരം ചെയ്തത്. എത്ര നിഷ്ഠൂരമായി, എത്ര നികൃഷ്ടമായിട്ടാണ് ഈ സമരത്തെ അടിച്ചമർത്താൻ ജലപീരങ്കി ഉപയോഗിച്ച്, ടിയർ ഗ്യാസ് ഉപയോഗിച്ച്, അതുപോലെ ലാത്തി ഉപയോഗിച്ച് അടിച്ചമർത്താൻ പോലീസ് ശ്രമിച്ചത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഈ പിണറായി വിജയന്റെ ഇരട്ട ചങ്ക് കൊണ്ടും ഈ പിണറായി വിജയന്റെ കൂലിപ്പട്ടാളമായ പോലീസിന്റെ ലാത്തിയും ജലപീരങ്കിയും അതുപോലെ തന്നെ ജലപീരങ്കിയും കണ്ട് മുട്ടുമടക്കുന്നവരല്ല യുവമോർച്ച മനസ്സിലാക്കുന്നല്ല. ഈ ബാരിക്കേഡുകൾക്ക് തടുക്കാൻ പറ്റില്ല യുവമോർച്ചയുടെ പ്രതിഷേധം. ലാത്തികൾ കൊണ്ട് അടിച്ചമർത്താൻ പറ്റില്ല യുവമോർച്ചയുടെ അമർഷം. അതുപോലെ കേരളത്തിലെ മുഴുവൻ യുവാക്കളുടെയും രോഷാഗ്നിയാണ് ഇന്ന് യുവമോർച്ചയിലൂടെ, ഈ സമരത്തിലൂടെ തിരുവനന്തപുരം നിയമസഭാ കവാടത്തിൽ പ്രകടമായത്. ഈ രോഷാഗ്നിയെ ഈ പിണറായി വിജയന്റെ ജലപീരങ്കിയിലെ വെള്ളം കൊണ്ട് അണയ്ക്കാൻ സാധ്യമല്ല എന്ന് വ്യക്തമായി പറയുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം ഇവർ കൊള്ളയടിച്ചു. അതിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാർക്ക്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കുള്ള പങ്ക് വ്യക്തമായി പുറത്തു വന്നിരിക്കുന്നു. മാത്രമല്ല, ഈ കുറുവാ സംഘത്തിലെ അംഗങ്ങളാണ് കോൺഗ്രസ്. ഈ ശബരിമല ധർമ്മശാസ്താവിന്റെ സ്വർണം മോഷ്ടിച്ചതിൽ സോണിയാഗാന്ധി മുതൽ കേരളത്തിലെ മിക്ക കോൺഗ്രസ് നേതാക്കന്മാർക്കുമുള്ള പങ്ക് വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് ഇതൊരു അക്ഷരാർത്ഥത്തിന് കുറുവാ സംഘമാണ്. ഈ കുറുവാ സംഘത്തിൽ നിന്ന് നമ്മുടെ കേരളത്തെ മൊത്തം രക്ഷിക്കണം. അതിനുവേണ്ടിയുള്ള ധർമ്മ സമരമാണ് ഭാരതീയ ജനതാ യുവമോർച്ച നടത്തുന്നത്. ഈ സമരത്തെ അടിച്ചമർത്താൻ പിണറായി വിജയനും CPM നേതൃത്വം 1000 തവണ ജനിച്ചാലും സാധ്യമല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ. ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. ഈ സമരം അതിശക്തമായിട്ട് യുവമോർച്ച മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യം യാതൊരു സംശയമില്ല. 25 പ്രവർത്തകന്മാരാണ് പരിക്കേറ്റിട്ട് ഇവിടെ കിടക്കുന്നത്. ഏതായാലും പിണറായി വിജയനോട്, മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ഭീഷണി കൊണ്ട് ഞങ്ങൾ സമരത്തെ അടിച്ചമർത്താൻ കഴിയില്ല. ഒരുപക്ഷെ VD സതീശനെ ഭയപ്പെടുത്തി നിങ്ങൾക്ക് മയപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയെയും അതിന്റെ യുവജന സംഘടനയായ ഉശിരന്മാരായിട്ടുള്ള നേതാക്കന്മാരും പ്രവർത്തകരുമുള്ള യുവമോർച്ചയെ ഭീഷണി കാർത്തി നിങ്ങൾ സമരത്തിൽ നിന്നും പിന്മാറ്റാൻ ശ്രമിക്കണ്ട എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തിന്റെ അടിച്ചമർത്താൻ ശ്രമിച്ച പിണറായി സർക്കാർ
ജനങ്ങൾക്ക് മുന്നിൽ കണക്ക് പറയേണ്ടി വരും, അല്ലെ ഞങ്ങൾ കണക്ക് പറയിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ധീരരായ യുവമോർച്ച പ്രവർത്തകന്മാർക്ക്, ഉശിരന്മാരായ പ്രവർത്തകന്മാർക്ക് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിവാദ്യം അർപ്പിക്കുന്നു. ഈ മനുപ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റണം. അതിനു വേണ്ടിയിട്ട് പ്രവർത്തകർ സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്.